വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വോക്സ് രവതി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമല്ലേ? ഇന്ന് ചെറിയൊരു ഔട്ടിങ്ങിന്റെ വിശേഷങ്ങളായാലോ. ഞങ്ങൾ ഫസ്റ്റ് പോയത് ജുമേറ ബീച്ചിലോട്ടായിരുന്നു. ജുമേറ ബീച്ചിൽ പോയിട്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള, അവിടുത്തെ ദുബൈയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഫിലി ചായ് എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ സാഫ്രോൺ ചായ കുടിച്ചു. ചായയൊക്കെ കുടിച്ച് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് മെല്ലെ അതിലേക്കൂടെ നടന്ന് കാണാൻ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ഈവനിങ് ടൈമിൽ പോയാലേ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ മിഡ് നൈറ്റ് ആയതുകൊണ്ട് ആ ഒരു വ്യൂവിനുള്ളൊരു ഭംഗി കുറവായിരുന്നു. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ കണ്ടു. അവിടെ നോക്കി കുറേ അറബികളൊക്കെ ഇരിക്കുന്നവരെന്തൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഇറങ്ങി നടന്നു. വീണ്ടും നടന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ബീച്ചിൽ പോയിരുന്നു. കുറേ നേരം ബീച്ചിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് വിശപ്പടിച്ചപ്പോൾ ഞങ്ങൾ നേരെ പിസ്സ ഹട്ടൊക്കെ തപ്പിയപ്പോഴത്തേക്കും എല്ലാം ക്ലോസ് ചെയ്തു. അങ്ങനെ വരുമ്പോഴാണ് അവിടെ അടുത്തുള്ളൊരു പാപ്പ ജോൺസിൻ്റെ ഇത് കണ്ടത്. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ സ്പൈസി ചിക്കൻ റാഞ്ച് എന്ന് പറയുന്നൊരു പിസ്സ ഓർഡർ ചെയ്തു. കാറിലിരുന്ന് കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് വന്ന് കയറി. അവിടുത്തെ എൻട്രി തൊട്ട് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആവുന്നത് വരെ എനിക്കൊരു വാവ് എഫക്റ്റ് ആയിരുന്നു. ആ എഫക്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അകത്ത് കയറിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ആ ഒരു ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റർ ആയപ്പോഴത്തേക്കിന് ഞാൻ വേറെ ഏതോ ലോകത്തെത്തിയൊരു ഫീലായിരുന്നു ഗൈസ്. എനിക്ക് സത്യമായിട്ടും ഇത് എന്തോരം മീനാണെന്നറിയോ അതിനകത്ത്. എൻ്റെ ദൈവമേ, ഞാൻ കണ്ടിട്ടില്ലാത്തതും കണ്ടിട്ടുള്ളതായിട്ടുള്ള ലക്ഷക്കണക്കിനെന്ന് വേണമെങ്കിൽ പറയാം, 1000 അല്ല ലക്ഷക്കണക്കിന് മീനായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഒരു 10-100 കടയുണ്ടായിരുന്നു. എല്ലാ മീനും ഉണ്ട്. നല്ല മുഴുത്ത ചൂരയും വാളയും കൊഴിയാളയും മത്തിയും അയലയും ചെമ്പല്ലിയും കിളിമീനും ഇതും, പിന്നെ മീനിൻ്റെ മുട്ട സെപ്പറേറ്റ്, ഇത് കൊഞ്ച്, കണവ, ഞണ്ട്. എനിക്കറിയത്തില്ല ഗൈസ്, പേരറിഞ്ഞെടുത്ത പല മീനുകളും ഉണ്ടായിരുന്നു. കണവയൊക്കെ ഇരിക്കുന്നത്, പാരയൊക്കെ ഇരിക്കുന്നതുണ്ട്. മീനൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഫ്രഷ് മീനൊന്നും പോരാത്തതിന് ഫ്രോസൺ മീനുകളും ഉണ്ട്. പിന്നെ വേണ്ട ലൈവ് ഐറ്റംസ്, അതായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കക്കയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ലൈവായിട്ട് കണ്ടിട്ടില്ല. ക്രാബ്, കയ്യും കാലോട്ട് അടിക്കുന്ന ക്രാബിനെയൊക്കെ ഞാൻ കണ്ടു. ഞാൻ പേടിച്ചവിടെ കിടന്ന് വെളിയായിരുന്നു. മറ്റേതിനെയും എടുത്തിട്ട് എൻ്റെ കയ്യിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നു. ഇത് കക്ക, അതിനിങ്ങനെ തൊടുമ്പോഴത്തേക്കിനും അതിങ്ങനെ ചിപ്പി തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരാൾ പലായനം നടത്തുവാണ്. അപ്പുറത്തെ കടയിൽ നിന്ന് ഇപ്പുറത്തെ കടയിലേക്ക് നടന്നു വരുവാണ്. ഒരു സൈഡ് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി ഒക്കെ തോന്നിയെങ്കിലും മറു സൈഡിൽ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഫീൽ ചെയ്തു. ലൈക്ക് പാവം അവരെ ജീവനോടെ പിടിച്ചുകൊണ്ടൊന്നും ഇങ്ങനെ ഇതാക്കിയത് കഷ്ടപ്പെടുത്തുന്ന പോലത്തേക്കുള്ള ഒരു ഫീലൊക്കെ അടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, കൊന്ന പാവം തിന്നാ തീരുമെന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഈ സങ്കടം വിചാരിച്ചിട്ട് കാര്യമല്ലോ, ഇതിനൊക്കെ കറി വെച്ച് തന്നാൽ നമ്മൾ കഴിക്കുന്ന ആൾക്കാരാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയും വന്നു. ഇങ്ങനെ പോയാൽ മിക്കവാറും ഗൈസ് ഇന്നത്തെ ഈ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മിക്കവാറും ഈ പറഞ്ഞ നോൺ വെജിൽ നിന്ന് മാറി വെജിറ്റേറിയനിലേക്ക് മാറാനുള്ള ചാൻസസ് അധികമായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ദേണ്ട്ര കൊണ്ട് വെള്ളത്തിനകത്ത് ജീവനോടെ കുറേ ഐറ്റങ്ങളെയൊക്കെ ഇട്ട് വെച്ചേക്കുന്നു. ഇതാണ് മോസ്റ്റ് ഡേഞ്ചറസ് ക്രാബ് എന്ന് പറയുന്ന സാധനം, തന്നെ ലോബ്സ്റ്റർ. ഈ സാധനം ലൈക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ വിരലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ കട്ടിങ് മെഷീൻ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിരൽ എല്ല് സഹിതം നിറങ്ങി പോകുന്നതാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് കല്ല കിടക്കുന്നത് കണ്ടപ്പോൾ അത് കല്ലുമ്മക്കായായിരുന്നു. രണ്ടാമത് ക്ലോസപ്പിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ മുകളിൽ വായിച്ചു കഴിഞ്ഞപ്പം ഇത് വന്നിട്ട് എന്തോ എർത്തടിക്കുന്ന മീനാന്ന് പറഞ്ഞു. എനിക്ക് അതിനെ കണ്ടിട്ട് പെറുമ്പരുത്ത് ഒരുമാതിരി പാമ്പും അല്ല മീനും അല്ലാത്തൊരു വല്ലാത്ത ജാതി ഐറ്റം. കണ്ടാൽ തന്നെ നമുക്കൊരുമാതിരി അറപ്പ് തോന്നുന്ന ഒരു സാധനമായിരുന്നു. അവർക്കൊക്കെ എന്താ ലക്ഷറി ലൈഫ് പോലെ, പിന്നെ അങ്ങനെ ലൈറ്റ് സെറ്റിങ്സോ അറേഞ്ച്മെൻറ്റ്സോ ഒക്കെ. ഇതിനെയൊക്കെ കണ്ടിട്ട് ശരിക്കും എനിക്ക് അതിൻ്റെ അടുത്ത് പോകാൻ ഭയങ്കരമായിട്ട് പേടിയായിപ്പോയി. എന്തോരം വലിയ ഞണ്ടാ കിടക്കുന്നതെന്ന് കണ്ടോ. എനിക്കറിയത്തില്ലേ, കുറേ വെറൈറ്റീസ് ഓഫ് മീൻ ലൈവായിട്ടും അല്ലാതെയും ഒക്കെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ അറേഞ്ച്മെന്റ്സ്, ആ ഒരു ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെയൊക്കെ പ്രോപ്പറായിട്ട് എല്ലാം എടുത്ത് ഇതിനെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതാണ് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് നീറ്റായിട്ടൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡിൽ ആ ഒരു മീനിൻ്റെ വെള്ളം ഒലിച്ചിറങ്ങുന്നതൊക്കെ ആണെങ്കിലും അപ് ടു ടൈം ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാനുള്ള വണ്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അകത്ത് തന്നെ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ നല്ലപോലെ നല്ല ഫെസിലിറ്റി ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാൾ പോലത്തെ ഫിഷ് മാർക്കറ്റ് അല്ല ഇത്, ലൈക്ക് ഒരു ഹൈടെക് ഫിഷ് മാർക്കായിരുന്നു. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയി, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ കണ്ടിട്ടില്ലാത്ത ഏതൊക്കെയോ മീൻ്റെ മുഖമൊക്കെ കണ്ട് എനിക്ക് പേടിയായി. ഒരുമാതിരി എന്താ പറയുക, നണ്ണ് പോലെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറേ കുഞ്ഞുമീനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു മറ്റേ മുട്ടയെടുത്ത് വളർത്തുന്നതാണോ എന്നൊക്കെ എനിക്ക് ഡൗട്ട് അടിച്ചു. അങ്ങനെ ഈ കുഞ്ഞുമീനൊക്കെ കണ്ടിട്ട് ഇപ്പുറത്തെ സെക്ഷനിൽ വന്നപ്പോൾ ഇവിടെ 2 പേര് കിടക്കുന്നു. ഞാനിത് മീനാണെന്ന് പറഞ്ഞ് കുറേ നേരം നോക്കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായി പാവക്കുട്ടിയാണ്. അത് മറ്റേ റബ്ബറിൻ്റെ ദോസുനെ അതിനകത്ത് കിടക്കുന്നതാണ്. അങ്ങനെ പറ്റിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പോയത് ഗൈസ് ഇതായിരുന്നു അടുത്ത ഒരു സെക്ഷൻ. ഇത് വന്നിട്ട് ഫിഷ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ്. അതായത് നമുക്കിപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് തരും. അതിന് ചെറിയൊരു പേയ്മെൻറ്റും വരുന്നുണ്ട്. നിൽക്കുന്ന പയ്യന്മാരൊക്കെ എല്ലാം നല്ല അടിപൊളി കിണ്ണം കച്ചി പയ്യന്മാരായിരുന്നു. അങ്ങനെ പയ്യന്മാരെയൊക്കെ കുറേ നേരം മാറ്റി തിരിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലോട്ട് കയറി. ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മൂകതയും അതുപോലെ തന്നെ എനിക്ക് ഈ ബ്ലഡൊക്കെ കണ്ടാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. എനിക്ക് ശരിക്കും ഒരു പേടി അടിച്ചു ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക്. എനിക്ക് കയ്യും കാലമൊക്കെ ലിറ്ററലി വിറയ്ക്കുമായിരുന്നു.
ഇവിടെ ആളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെ കയറി വന്നപ്പോഴത്തേക്കിനും എല്ലാം ദേ ഇങ്ങനെ ചിക്കനും ബീഫും പോർക്കും അതും ഇതും ഒക്കെ ദേ പന്നിയുടെ കാലും കയ്യും എന്താണ്ടൊക്കെ മുറിച്ച് പറക്കിയൊക്കെ വെച്ചേക്കുന്നത്. എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് കയ്യും കാലും വിറച്ചിട്ട് മേലായിരുന്നു. പിന്നെ ഓക്കെ ശരി എന്തായിരുന്നാലും വന്നു. ഇതൊക്കെ എന്താണ് ഈ 3 വർഷമായിട്ട് ഞാനിവിടെ ദുബായിലുണ്ടായിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കോമഡി എന്താണെന്ന് പറയട്ടെ, 2 വർഷമായിട്ട് ഞാൻ ഈ പറയുന്ന സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വില്ലയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതിനകത്തെ ഈ മാളിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ ഒരു ഫിഷിംഗ് ബോട്ട് സിമ്പിൾ, അതായത് ദുബായിലെ മുക്കുവരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു കുലത്തൊഴിൽ അങ്ങനത്തെയൊക്കെ ഉള്ള രീതിയിൽ പണ്ടത്തെ ഉള്ള ഒരു ഇത് വെച്ചിട്ട് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പണ്ടത്തെ ആ ഒരു ബോട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു. അതിൻ്റെ സ്മാരകം പോലെ അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം ഒരു മരം ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ ശരി, അത് വേറെ നോർമലി പണിത് വെച്ചേക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിന്നപ്പോഴാണ് അപ്പം എൻ്റെ കൂടെ വന്നവർ പറഞ്ഞത് ആ ബോർഡൊന്ന് വായിച്ചു നോക്കാൻ. അങ്ങനെ ഞാൻ ആ ബോർഡ് വന്നിട്ട് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോഴത്തേക്കിനുമാണ് ഗൈസ് അറിഞ്ഞത് 290 കിലോ ഡേറ്റ്സ് ഈന്തപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പനയാണത്. ഈന്തപ്പനയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഓരോരോ ഈന്തപ്പഴമായിട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റും. ഇത്രയും ഈന്തപ്പഴം, അതായത് 290 കിലോ ഈന്തപ്പഴം വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഈന്തപ്പനയും അതിൻ്റെ ഒരു സറൗണ്ടിങ്സിൻ്റെ കൂടക്കകത്തൊക്കെ ഈന്തപ്പഴമൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഗ്രാൻഡായിട്ട് വെച്ചേക്കുവാണ്. ഇതൊക്കെ ലൈക്ക് ഞാൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ ശരിക്കും എന്താ പറയുക മെസ്മറൈസിങ് ഫീൽ ആയിരുന്നു എനിക്ക്. ഞാനിങ്ങനെ വായുമ്പോളൊന്ന് നിൽക്കും, അതിലേക്കൂടെ പോകുന്നവരൊക്കെ എന്നെ നോക്കി ഈ പെൺകൊച്ചെന്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി 360 ഡിഗ്രിയിൽ ഒരു വീഡിയോ ഒക്കെ അങ്ങ് എടുത്ത് പാസ്സാക്കി. ഞാൻ വിചാരിച്ചൊന്ന് നിങ്ങളായിട്ട് അങ്ങ് ഷെയർ ചെയ്യാതെ, നിങ്ങളും കാണുന്ന ഇതൊക്കെ. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട് അറിയാവുന്നൊന്നും എനിക്കറിയില്ല. ഞാനിതൊക്കെ കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു കണ്ടത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആയിരുന്നു ഞാൻ ടോട്ടലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിലേക്കൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കിനും വീണ്ടും ആ വള്ളം ദൂരെ നിന്ന് വീണ്ടും ഞാൻ ഒന്നുകൂടി ഒന്ന് എൻ്റെ വീക്ഷണ കോണകത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനിങ്ങനെ വള്ളത്തിനെ വീണ്ടും ഒന്ന് സൂം ചെയ്തു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ ഗൈസ്, ടൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ മുകളിൽ ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഇൻഫിനിറ്റി ആണെന്നാണ് വിചാരിച്ചത്. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. ഓക്കെ, അപ്പം ആ ഒരു ഇൻഫിനിറ്റിയും ആ ലൈറ്റിങ്സും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിനി അവിടെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ആലോചിച്ചത് ലൈക്ക് ഫുൾ ലൈവ് ആയിരിക്കുന്ന ടൈമിൽ പോയാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് വെളിയിൽ വന്നപ്പോഴത്തേക്കിനും ദേണ്ട കൊണ്ട് ഒരു ദുമ്മൻ ഞണ്ട് നിൽക്കുന്നു. ഞണ്ട്, അതായത് ഈ ആ ഒരു ഏരിയയുടെ പേര് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് അങ്ങനെ എന്തോ ആണ് ആ മാർക്കറ്റിൻ്റെ പേരെന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ. അങ്ങനെ പിന്നെ അവിടെ ഇറങ്ങി നിന്നിട്ട് വെളിയിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല സീ വ്യൂവിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഈ ശംഖുമുഖം വർക്കലയിലൊക്കെയാണ് കൂടുതലും അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉള്ളത്. കോവളത്തും ഉണ്ടെന്ന് തോന്നുന്നു. ആ ഞണ്ടിനെ കണ്ടോ, ഞണ്ടിന് 6 പാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ബീച്ച് വ്യൂ ഉള്ള കുറേ റെസ്റ്റോറൻറ്റ്സ് അങ്ങ് അറ്റം വരെയും കിടക്കുവാണ് കേട്ടോ. പിന്നെ ഇവിടെയാണ് വന്നിട്ട് ഷിപ്പുകൾ വരുന്നതും ഇവിടെ നിന്നാണ് മറ്റേ ഫിഷിനെയൊക്കെ എടുത്ത് അകത്തുണ്ടെന്ന് വെക്കുന്നത്, അങ്ങനത്തെ എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കിനും കണ്ടോട്ട് ഈ കുഞ്ഞു കുട്ടീനെ ഞാൻ അവിടെ കാണുന്നത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇവിടെ എന്താ സംഭവം. അപ്പോൾ പറഞ്ഞു ഇത് ലൈക്ക് ഒരു ഫ്രെയിമാണ്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഈ കുരുമ്പിയാണെങ്കിൽ കിടന്ന് അങ്ങോട്ടോട്ടും ഇങ്ങോട്ടോട്ടും ചാട്ടം ബഹളം ഡാൻസ് കളിക്കുന്നു, പാട്ടുകൾ, ഒരു രസമായിരുന്നു. കുറച്ച് നേരം അവളുടെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഞാനും അവളുടെ കൂടെ 2 ഡാൻസൊക്കെ കളിച്ചായിരുന്നു. പിന്നെ അത് വീഡിയോയിലൊന്നും പകർത്താൻ പറ്റാത്തതുകൊണ്ട് എനിക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഞാനും വന്നൊരു വീഡിയോ ഞാനും എടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചുമ്മാ പോസ്റ്റ് ചെയ്ത് ഷോ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് ആ ഒരു എൻ്റെ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണാൻ പറ്റും. കുറച്ചൊരു സൂം ചെയ്താൽ കാണാൻ പറ്റും, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഭയങ്കര എൻ്റെ ഇന്നർ ചൈൽഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഈ ദുബായിൽ വന്നിട്ട് ഞാൻ എങ്ങും അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കാണാത്ത കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് അറ്റ് ദ പീക്ക് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സ്റ്റേജ് ആയിരുന്നു. അങ്ങനെ കുറേ വീഡിയോസ് കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഞാൻ കവർ ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ആ ഒരു ഫ്രെയിമും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ എല്ലാ രീതിയിലും എല്ലാ സൈഡിൽ നിന്നുള്ള വ്യൂസൊക്കെ ഞാനിങ്ങനെ പകർത്തുകയായിരുന്നു. നടന്നു വന്നിട്ടുള്ളത്, ഓടി വന്നിട്ടുള്ളത്, ചരിഞ്ഞു നിന്നത്, നൂന്ന് നിന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാ ആംഗിളിലും ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് എൻ്റർ ചെയ്തു. ഇതെന്താന്ന് അടുത്തത്, വേറൊരു ലോകം. ആഹാ അടിപൊളി. മീനിൻ്റെ ഒരു ഉലകത്തിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ദേണ്ട കൊണ്ട് ഒരു സെക്ഷനിൽ മൊത്തം ഫുള്ള് ഡേറ്റ്സ് ഹൈ ക്വാളിറ്റി, ലോ ക്വാളിറ്റി തൊട്ട് ഹൈ ക്വാളിറ്റിയിലുള്ള എല്ലാ റേറ്റ് റേഞ്ചിലും ഉള്ള ഡേറ്റ്സ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ ഇരിക്കുന്നതുണ്ടോ, കുളിപ്പിച്ച് കുട്ടപ്പനാക്കി പോളിഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതുണ്ടോ, അത് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതുണ്ടോ. അതൊക്കെ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. ഇതേ സാധനം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എജാതി അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ കമ്പയർ ചെയ്ത് ആ ടൈമിൽ തന്നെ ആലോചിച്ചു. പിന്നെ ഇവിടെ
ഇവിടുത്തെ എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസ് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പം ഉപ്പിലിട്ടതിൻ്റെ എപ്പോഴത്തെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ടാണ് അവരെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ കണ്ണ് അങ്ങോട്ട് പോയത്. മാങ്ങ എവിടെ തിരിഞ്ഞാലും മാങ്ങ 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 തന്നെ. ഞാൻ പിന്നെ അവസാനം അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ദേ ഒരു ചെറിയ ചക്കപ്പീസ് ഇരിക്കുന്നു. തിരിച്ചിവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ വരിക്കച്ചക്ക ഒരു 4-5 അവിടെ ഇരിക്കുന്നു. പിന്നെ തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും കുറേ ചെടികളൊക്കെ ഇരിക്കുന്നു. ലൈക്ക് ഇതെല്ലാം എനിക്ക് ഇങ്ങനെ എന്താ പറയുക, എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടിങ്ങനെ എനിക്ക് വാക്കുകൾ വിങ്ങി പൊട്ടി തെറിച്ച് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. നോക്കിയപ്പോൾ നല്ല സുന്ദരൻ 2-3 കൊലയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എടുത്തുകൊണ്ട് ഓടാനാണ് എനിക്ക് തോന്നിയത്. കാരണം പഴമൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി ഗൈസ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കിനും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കണ്ടു. പിന്നെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നല്ല സുന്ദര കുട്ടപ്പം ഫ്രൂട്ട്സ്. ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് എടുത്ത് ഒന്ന് തൊട്ട് വെക്കാനൊക്കെ തോന്നും. അങ്ങനെ പിന്നെ അവസാനം മാങ്ങ കൊതിച്ചിയായ ഞാൻ മാങ്ങ വിട്ടിട്ട് വരാൻ മനസ്സ് തോന്നാത്തതുകൊണ്ട് ഞാൻ പിന്നെ 1 കിലോ മാങ്ങ അങ്ങ് വാങ്ങിച്ചു. പിന്നെ തിരിച്ച് വന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചുമ്മാ ഉറ്റു നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് ഗൈസ്, ആ മുകളിലുള്ള ഇൻഫിനിറ്റിയിൽ ഇട്ടിരിക്കുന്നത് മീനിൻ്റെ ഷേപ്പിലുള്ള ബൾബ്സ് ആയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു അത് വന്നിട്ട് ഡെക്കോർ വന്നിട്ട് മീനിൻ്റെ ഷേപ്പിലുള്ളതാണ്. ഇവിടെ വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും വേറെ കുറേ ലൈറ്റ്സ്, അതും മീനിൻ്റെ ഷേപ്പ്. ആ ഒരു ഫിഷ് മാർക്കറ്റിൽ ഫിഷിൻ്റെ പ്രയോറിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫിഷിന് അത്ര ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ആർട്ട് വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതെല്ലാം ചുറ്റിത്തിരിഞ്ഞ് കണ്ട് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കിയായിരുന്നു. ആ സന്തോഷവും വീണ്ടും സന്തോഷം കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിരുന്ന നല്ല അടിപൊളി മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. മത്തി നന്നായിട്ട് മസാലയൊക്കെ തേച്ച് അങ്ങോട്ട് വറുത്തു, നല്ല മൊരാന്ന് വറുത്തിട്ട് അപ്പം തന്നെ എനിക്ക് ആ ചൂടോടെ വയലെടുത്തിടണമെന്നുണ്ടായിരുന്നു. പിന്നെ അണ്ണാക്ക് പൊള്ളുന്നുള്ളതുകൊണ്ട് അതിനിങ്ങനെ കുറച്ച് വെച്ച് 2 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല ചൂട് ചോറും, ചൂര വാങ്ങിച്ചായിരുന്നു, ചൂര മീൻ വാങ്ങിച്ചിട്ട് ചൂര അങ്ങ് കറി വെച്ചു. ചൂര കറിയും ചോറും വറുത്ത മീനും. എനിക്ക് മത്തി വറുത്തത് ഇഷ്ടമാണെന്ന് ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പണിഷ്മെൻ്റായിട്ട് എനിക്ക് 10 മത്തി വറുത്തത് കഴിക്കേണ്ടി വന്നു ഗൈസ്. ബട്ട് സസന്തോഷം ഞാൻ സ്വീകരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മരവിച്ച് ബോധം കെട്ട് മത്ത് പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഇന്നത്തെ ഞാൻ പകർത്തിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സോ അടുത്ത വീഡിയോസ് വരുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ.